നമ്മൾ കണ്ടുമുട്ടിയത് മീനമ്മയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട്. മീനമ്മയുടെ കണ്ണിലുണ്ണി മനസ്സിലല്ലേ, ഉണ്ണി എടുക്കാൻ വേണ്ടിയിട്ട് മീനമ്മ സമ്മതിക്കുന്നില്ല. മീനമ്മ അപ്പോൾ തിരണ്ടി കണക്കിൽ ഒരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊക്കി ബ്രാൻഡഡ് ആയിട്ടുള്ള, അതായത് ISI ഹോൾമാർക്ക് മുദ്രയുള്ള മറ്റേ എന്തോ സാധനമാണ് മനസ്സിലായി. അത് പുല്ലിൻ്റെ മുകളിൽ മഞ്ഞുകട്ട വാരി എറിഞ്ഞ പോലെയാണ് ഈ കാണുന്ന പോലെ പച്ചവരുണ്ട്. ഇത്തവണ അവൾ മാത്രമല്ല അവളുടെ മറ്റവനും വന്നിട്ടുണ്ട്. പക്ഷേ അവളുടെ മറ്റവനെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനവിടെ കാമുകിയായിട്ട് നെയ്യാർ ഡാമിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉല്ലസിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ വിളിച്ച് ചോദിച്ചത്, സച്ചി ഞാൻ കടലിൽ പോണ്, നീ വരുന്നതെന്ന്. അപ്പോൾ സച്ചി ഉടനെ തന്നെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകിയുടെ വീട്ടിൽ കളഞ്ഞിട്ട് നേരെ അത്യാവശ്യം ക്യാൻവാസ് ഉണ്ടെങ്കിൽ നല്ലപോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥലമാണ്, ഒരു വ്യൂ ആണ്. ഈ കാണുന്ന പോലെ മഴ കൊള്ളാതിരിക്കേണ്ട ഒരു ഷെഡിനകത്ത് കയറി ഒതുങ്ങിയപ്പോൾ നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഒറ്റ ഫ്രെയിമിൽ വന്ന സ്ഥിതിക്ക് നല്ല ഭംഗിയായതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നു. ബൈക്കിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന പോലെ മെയിൻ റോഡിലൂടെ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, പുറകിൽ നിന്ന് മറ്റൊരു ബൈക്കും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇടറോഡ് കയറി നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നു. ഈ കാണുന്ന ഇടറോഡ് കയറി നമ്മളൊരു മീൻകാരി ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട് മീൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. മീൻ വാങ്ങി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കുറച്ച് കൊഴിയാളയുടെ കുഞ്ഞുങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. കൊഴിയാള കുഞ്ഞുങ്ങൾ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് 100 രൂപയുടെ കൊഴിയാള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ കാണുന്ന വാങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 100 രൂപയുടെ കൊഴിയാള കുഞ്ഞുങ്ങളും കൊണ്ട് നമ്മൾ ഈ കാണുന്ന ബൈക്കിൽ 30-40 പറന്ന് നമ്മുടെ വളർന്നു വരുന്ന ഒരു ഫാഷൻ്റെ ഒരു ഏരിയയായ വിഴിഞ്ഞത്തേക്കാണ് പോകുന്നത് മനസ്സിലായത്. അതായത് അത്യാവശ്യം വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ ചെരുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞത്ത്. കുറേ ഏരിയകളെന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡിന് അടുത്തുകൂടി നമ്മൾ നേരെ വിഴിഞ്ഞത്തേക്ക് ചെന്നിറങ്ങാൻ വേണ്ടി പോകണം. ഈ കാണുന്നതാണ് വിഴിഞ്ഞത്തേക്കുള്ള കവാടം എന്ന് പറയുന്നത് മനസ്സിലായി. അപ്പോൾ ഇതിനകത്തൂടെ പോയിട്ട് ഈ കാണുന്നൊരു ഭാഗത്താണ് നമ്മുടെ ചന്തയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് വള്ളത്തിൽ ബോട്ടിൽ മീനൊക്കെ കൊണ്ടുവരുന്നത് ഈ കാണുന്നൊരു ഭാഗത്താണ്. അവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്ന അങ്ങുണ്ട് അദാനിയുടെ പുതിയ കമ്പനിയും പരിപാടിയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനടുത്തൂടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അങ്ങ് പോകേണ്ട അദാനിയുടെ പണി നടക്കുന്ന ആ ഒരു കപ്പലൊക്കെ വന്നിറങ്ങാൻ പോകുന്ന ആ ഒരു സ്ഥലത്തിന് അടുത്തുകൂടെ നമ്മൾ ഈ കാണുന്ന പോലെ ബോട്ടെല്ലാം അടുക്കിയിട്ടിരിക്കുന്നതിൻ്റെ അടുത്തുകൂടി ഈ കാണുന്ന പോലെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നതിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ ഈ കാണുന്ന പോലെ വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നതിൻ്റെ അടുത്തുകൂടി ഈ കാണുന്ന 2 വെള്ള മതിലിൻ്റെ നീല തൂണുള്ള വെള്ള മതിലിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ കാണുന്ന ഒഴിഞ്ഞ പ്രദേശത്തുകൂടെ അകത്തേക്ക് കയറി പോകാൻ വേണ്ടി പോകണം. നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പരുന്തും കാക്കകളൊക്കെ അവിടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ നേരെ പോയിട്ട് ഈ കാണുന്ന അവളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് തൽക്കാലം മീനമ്മ എന്ന് വിളിക്കാം. മീനമ്മയെ നമ്മൾ കണ്ടുമുട്ടിയത് മീനമ്മയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട്. മീനമ്മയുടെ കണ്ണിലുണ്ണി മനസ്സിലല്ലേ, ഉണ്ണി എടുക്കാൻ വേണ്ടിയിട്ട് മീനമ്മ സമ്മതിക്കുന്നില്ല. മീനമ്മയായിട്ട് നമ്മൾ സംസാരിച്ചെങ്കിലും മീനമ്മ അതിന് അനുവദിക്കുന്നില്ല മനസ്സിലല്ലേ. മീനമ്മയെ നമ്മൾ വളരെയധികം വിഷമിപ്പിക്കാതെ പേടിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ഈ കാണുന്ന ഉണ്ണി എടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും മീനമ്മ അതിന് സമ്മതിക്കുന്നില്ല മനസ്സിലല്ലേ. മീനമ്മയ്ക്ക് പേടി. അപ്പോൾ മീനമ്മ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകണം. നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ചൂണ്ടയിടാൻ വേണ്ടി പോകണം. അത്യാവശ്യം നല്ലപോലെ മഴ വരുന്നുണ്ട്. മഴയുടെ കോളൊക്കെ ഇങ്ങനെ കറുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ബോട്ടിനടുത്താണ് വന്നിരുന്നത്. അത്യാവശ്യം പ്രതീക്ഷയോടെ നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്ന ബോട്ടിൻ്റെ അടിയിലാണ് വന്നിരിക്കാൻ വേണ്ടി പോകുന്നത്. ബോട്ടിൻ്റെ അടിയിൽ നമുക്കൊന്നും കിട്ടിയില്ല മനസ്സിലല്ലേ. പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ട് നമ്മൾ അവിടെ നിന്ന് ഈ കാണുന്ന പോലെ കണ്ണൻ കൊഴിയാളല്ല, സാധാരണ കൊച്ചു കൊഴിയാളെയും കൊണ്ട് നമ്മൾ നേരെ ചൂണ്ടയിടാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടെ കുറേ കുഞ്ഞു മീനുകൾ മാത്രമേ ഉള്ളൂ, വലിയ മീനൊന്നും കൊത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ നല്ലപോലെ മഴ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് കറുത്തിരുണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനടുത്താണ് നമ്മൾ ഈ കാണുന്ന ചൂണ്ടയിൽ മീൻ കൊരുത്തെറിഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കാണുന്നൊരു കുഞ്ഞു മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം മീനുകളാണ് നമുക്ക് ഏതാണോ ആദ്യം കിട്ടുന്നത് ആ ഒരു മീനിൻ്റെ കൂട്ടമായിരിക്കും അതിൻ്റെ അടിയിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക മനസ്സിലായി. അപ്പോൾ അതിനായിരിക്കും നമ്മൾ മാക്സിമം പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന തൊട്ടടുത്ത് നിന്നിട്ട് കുറേ ചേട്ടന്മാർ വള്ളപ്പണിക്കാരൊക്കെ നിന്നിട്ട് മീനൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ തിരണ്ടി കണക്കിലൊരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊക്കിയെടുത്തപ്പോഴാണ് മനസ്സിലായത് തിരണ്ടിയും കിരണ്ടിയൊന്നും അല്ല, അത് സംഭവം ബ്രാൻഡഡ് ആയിട്ടുള്ള, അതായത് ISI ഹോൾമാർക്ക് മുദ്രയുള്ള മറ്റേ എന്തോ സാധനമാണ് മനസ്സിലായില്ല. അത് ഈ കാണുന്ന സൺബാലോ അങ്ങനെ എന്തോ സാധനമാണ് മനസ്സിലായി. അപ്പോൾ അതിന് നമ്മൾ ഈ കാണുന്ന തിരിച്ച് വെള്ളത്തിൽ തന്നെ വിട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ വല്ലവരുടെ സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരികെ അങ്ങ് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ കാണുന്ന തൊട്ടടുത്ത ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് പിടയ്ക്കുന്ന ചൂര മനസ്സിലല്ലേ. പിടയ്ക്കാത്തതുകൊണ്ട് ചേട്ടന്മാരെ വലയിലെടുത്ത് പൊക്കി പിടിച്ച് പിടപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ കാണുന്ന കുട്ടയ്ക്കകത്തേക്ക് വാരി ഇടാൻ വേണ്ടി പോകുന്നത്. നല്ല രസമുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന വലയിൽ മീനുകൾ കൂട്ടിയിട്ടിരിക്കുന്ന കാണാനായിട്ട്. അതായത് നമ്മുടെ പുൽമേടുകൾക്ക് പുല്ലിൻ്റെ മുകളിൽ മഞ്ഞുകട്ട വാരി എറിഞ്ഞ പോലെയാണ് ഈ കാണുന്ന പോലെ പച്ച വലയുടെ മുകളിൽ ഐസ് കട്ട വാരി എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ പണി അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചൂണ്ടയിടാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മീനമ്മ വീണ്ടും വന്നിട്ടുണ്ട്. ഇത്തവണ അവൾ മാത്രമല്ല അവളുടെ മറ്റവനും വന്നിട്ടുണ്ട്. പക്ഷേ അവളുടെ മറ്റവനെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനാണെങ്കിൽ ഒരുമാതിരി മറ്റടുത്ത് നോട്ടം നോക്കിയിട്ട് ചെറിഞ്ഞ് നോക്കിയിട്ട് അങ്ങ് പോയി മനസ്സിലായില്ല. നമ്മളെന്തായാലും അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം. നല്ലപോലെ മഴ വരുന്നുണ്ട്. അപ്പോൾ സച്ചി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് മനസ്സിലായില്ലേ. സച്ചി അവിടെ വന്നിട്ടുണ്ട്. സച്ചി വന്നതെന്താ വെച്ചാൽ സച്ചി നെയ്യാർ ഡാമിൽ സച്ചിയുടെ കാമുകിയായിട്ട് നെയ്യാർ ഡാമിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉല്ലസിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ വിളിച്ച് ചോദിച്ചത്, സച്ചി ഞാൻ കടലിൽ പോണ്, നീ വരുന്നോന്ന്. അപ്പോൾ സച്ചി ഉടനെ തന്നെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകിയുടെ വീട്ടിൽ കളഞ്ഞിട്ട് നേരെ സച്ചി കടലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു ഭാഗം നോക്കിയാൽ മനസ്സിലാവും ഒരു പെയിൻറ്റിങ് കണക്ക് അത്യാവശ്യം ക്യാൻവാസ് ഉണ്ടെങ്കിൽ നല്ലപോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുള്ളൊരു സ്ഥലമാണ്, ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പുലിമുട്ടിൻ്റെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോകണം. ഇവിടെ നിന്ന് 1-2 കൊരുപ്പൊക്കെ കൊരുത്തെറിഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല മനസ്സിലായി. അതിനുശേഷം നമ്മൾ 3-4 കൊരുപ്പെറിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് അമൂറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊത്തി തുടങ്ങിയ സമയത്ത് തന്നെ മീനുകൾ കൊത്തി തുടങ്ങിയ സമയത്ത് തന്നെ
മഴ തുടങ്ങി, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കിട്ടിയ അമൂറിൻ്റെ കുഞ്ഞെ നമ്മൾ തിരികെ വിടാൻ വേണ്ടി പോകണം. ഏകദേശം 100-150 കിലോ ഉള്ള മീനിനെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ കയ്യിൽ വെച്ച് താലോലി ചുമ വെച്ച് കടലിലേക്ക് തിരിച്ച് വിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ മീൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, മനസ്സിലായില്ല. അപ്പോൾ സാധാരണഗതിയിൽ 1-2 കിട്ടും, 1 കിലോ ഒക്കെ ഉള്ള അടുപ്പിച്ച് 1-2 കിലോ ഒക്കെ ഉള്ളത് കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് മഴ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. നല്ലപോലെ മഴ വരുന്നുണ്ട്, പുലിമുട്ടിലായതുകൊണ്ട് ചറുകി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ഷെഡിനകത്ത് കയറി ഒതുങ്ങിയപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. വള്ളപ്പണിക്കാർ കൃത്യമായിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്ഥലം പോലെയാണ് ആ ബാക്കിൽ ദൂരെ കണ്ടില്ല. പക്ഷേ ഈ കാണുന്ന വലയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊരു ഫീൽ ചെയ്യാത്തത്. വലയും വണ്ടിയും ചവറൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ഫീലായിട്ട് കിട്ടാത്തത്. പക്ഷേ നല്ലൊരു സിനിമയിൽ കാണുന്ന ഒരു ലൊക്കേഷൻ്റെ ഒരു ഫീലാണ് മഴയത്ത് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ കിടക്കുന്നത്, മനസ്സിലായി. ഈ കാണുന്ന നല്ല കിടിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അങ്ങ് ദൂരെ ആ വള്ളങ്ങൾക്കിടയിലൂടെ 2 തേങ്ങ ഒഴുകി വരുന്നുണ്ട്, മനസ്സിലായില്ലേ. 2 തേങ്ങ നടുക്കായിട്ട് അങ്ങ് അറ്റത്ത് നിന്ന് വള്ളത്തിൻ്റെ അടുത്ത് കൂടി ബോട്ടിനടുത്തുകൂടി 2 തേങ്ങ ഒഴുകി വരുന്നുണ്ട്. തേങ്ങയല്ല, 2 ആൾക്കാർ നീന്തി വരുന്നതാണ്. ആൾക്കാരുടെ തലയാണ് ആ കാണുന്നത്. ആൾക്കാർ ഈ കാണുന്ന പോലെ നമ്മുടെ ഈ കാണുന്നൊരു ഭാഗത്തെ കെട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ കരകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീരം പുൽകുമ്പോൾ അതിൻ്റെ കൂടെ ഈ കാണുന്ന പോലെ വന്ന് കരയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാണുന്ന പോലെ വള്ളപ്പണി കഴിഞ്ഞിട്ട് കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൂണ്ടിടൽ പരിപാടി ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നു. കാരണം നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഫുള്ള് ചെളിയും വെള്ളവും എല്ലാം കയറി അലമ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരുന്ന് ചൂണ്ടിടാനൊന്നും പറ്റില്ല. ഈ കാണുന്ന പോലെ ഇത്രയും മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല കൊത്തുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10 കിലോയ്ക്ക് മുകളിൽ നമുക്ക് മീനൊക്കെ കിട്ടാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നോർമൽ ലെവലിൽ ഒരു 5 കിലോ അടുപ്പിച്ചൊക്കെ മീൻ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് ഒന്നും കിട്ടിയിട്ടില്ല. മഴ കാരണം നമുക്ക് 100 രൂപയുടെ കൊഴിയളം മുതലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. മര്യാദയ്ക്ക് ആ കൊഴിയളം കൊണ്ട് വീട്ടിൽ പോയിരുന്നെങ്കിൽ പൊരിച്ച് കറി വെച്ച് ചോറ് കഴിക്കായിരുന്നു, മനസ്സിലായി. അപ്പോൾ നമുക്ക് നേരെ ഇത്രയും മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കിട്ടിയ മീനും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം, മനസ്സിലായില്ലേ. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ഇറങ്ങാൻ സമയത്ത് അത്യാവശ്യം മാനം ഒന്ന് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ആ കാണുന്ന ഭാഗത്താണ് അദാനിയുടെ പോർട്ടൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ നടുക്ക് കാണുന്ന പാറപ്പുറത്ത് നമ്മുടെ കൂടുന്ന പയ്യൻ കയറി നിന്നപ്പോൾ തൊട്ടടുത്തുള്ള മാവൻ വഴക്ക് പറഞ്ഞ് അവനെ തിരികെ വിളിച്ചിട്ടുണ്ട്, മനസ്സിലായി. തിരികെ വന്ന് അവനെയും കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോകണം. തൊട്ടിപ്പുറത്ത് വന്നപ്പോൾ ചന്തയുടെ അടുത്തേക്ക് വന്നപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഈ കാണുന്നൊരു ഭാഗത്ത് പരുന്തും കാക്കാക്കൊക്ക് അങ്ങനെ കുറേ ജീവജാലങ്ങളൊക്കെ ഈ കാണുന്ന പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. ഒറ്റ ഫ്രെയിമിൽ വന്ന സ്ഥിതിക്ക് നല്ല ഭംഗിയായതുകൊണ്ട് മാത്രം നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. നമ്മൾ കടലിൽ വന്ന സ്ഥിതിക്ക് ചൂണ്ടിടാൻ വന്ന സ്ഥിതിക്ക് നിങ്ങളെന്ന് ഈ വീഡിയോ എടുത്ത് കാണിക്കണമെന്ന ഉദ്ദേശം കൊണ്ട് മാത്രം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും തന്നെ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.